ഞങ്ങളിപ്പോൾ ചൈനയിലാണ് ഉള്ളത്. ക്യാൻറ്റൺ ഫെയർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ വാൻലിനിലുള്ള ഒരു ടോയ് സിറ്റിയിൽ വന്നത്. നിങ്ങൾക്കറിയാം ചൈന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിനും ടെക്നോളജിയിലും വളരെയേറെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾക്ക് സാധാരണ കളിക്കുന്ന നമ്മുടെ ചെറുപ്പത്തിൽ കളിക്കുന്ന ടോയ്സ് ഒന്നല്ലാട്ട് ഇത്. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്, ഇലക്ട്രോണിക്സ് മാർക്കറ്റുകൾ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് UK യിലൊക്കെയും ഒരു 100 പൗണ്ടിന് മേടിക്കുന്ന സാധനം നമുക്കൊരു 10 പൗണ്ട്സിന് മേടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ്. അതുപോലെ നമുക്ക് ടോയ്സ് ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ബാഗ് ആയാലും ഷൂ ആയാലും ഏത് ഐറ്റം മേടിക്കണമെങ്കിലും ചൈനയിൽ നിന്ന് നമുക്ക് ഏറ്റവും റീസണബിൾ പ്രൈസിന് മേടിക്കാൻ സാധിക്കും. അതാണ് ചൈനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുകയാണ് ഇവരുടെ പരിപാടി. എനിക്ക് അത്ര പ്ലേ ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ ഇതേപോലത്തുള്ള അടിപൊളി ടോയ് കിട്ടണമെങ്കിൽ ചൈനയിൽ വരണം എന്നുള്ളത് മാത്രം എനിക്കറിയാം. അപ്പോൾ ഇതുപോലത്തെ അനവധി ടോയ്കളും അനവധി സാധനങ്ങളും ഞങ്ങളിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടു ഇത്രയും അടിപൊളിയായിട്ടുള്ള ടോയ്. ഇതൊന്നും നമ്മളുടെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടാത്തതാണ്. പക്ഷേ ഇതിനൊരു എത്ര കാശ് കോസ്റ്റ് ഉണ്ടാവും, എത്രയായിരിക്കും ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് പറയാൻ പറ്റും? അതായത് ഇവിടുത്തെ യുവാനിൽ ഇതിന് 50 യുവാൻസ് ആണ് ഇവർ പറയുന്നത്. 50 യുവാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5 പൗണ്ട്സ് ആണ്. 5 പൗണ്ടിനാണ് ഇത്ര വലിയൊരു ടോയ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഇങ്ങനെ ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ കണ്ടോ, വിവിധ ടൈപ്പ് ഓഫ് മസാജേഴ്സ് ആണ് കേട്ടത്. ഇത് നെക്കിനുള്ള മസാജറാണ്, അതേപോലെ ഷോൾഡറിനുള്ളതുണ്ടാവും, അതേപോലെ നമ്മുടെ ബോഡി ഫുള്ള് മസാജ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് ഓഫ് മസാജേഴ്സ് ഉണ്ടാവും. ഈ മസാജറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐ മസാജറാണ്. നമുക്ക് കണ്ണിൽ സാധനം വെച്ചിട്ട് നമുക്ക് ഐ മസാജ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ ഏത് ഭാഗത്തും മസാജ് ചെയ്യാൻ പറ്റിയ സാധനം എവിടെയുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ഭയങ്കര പ്രൈസാണെന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ ഓൺലൈൻ സൈറ്റ്സിൽ ഒരുപാട് പൈസ കാണുന്ന സാധനങ്ങളാണ് അവർക്ക് മേടിക്കുന്നത്. എനിക്കൊന്നും ഇവിടെ നിന്നാന്ന് തോന്നും. ഈ സാധനത്തെ ഏകദേശം ഇവർ പറയുന്നത് യുവാനൊരു 100 സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഇതൊരു 50 കിട്ടും. ദാറ്റ് മീൻസ് 5 പൗണ്ടിനൊക്കെ ഈ സംഭവം കിട്ടും. അപ്പോൾ ഏത് തരം മസാജേഴ്സ് ആയാലും, ഇനി നമുക്കവിടെ സമ്മർ ടൈമിൽ ഏത് തരം നമുക്ക് കയ്യിലുകൊണ്ട് കിടക്കാൻ കഴിയുന്ന ഏത് തരം ഫാനായാലും അത് ഇവിടുന്ന് കിട്ടും. ഓൾമോസ്റ്റ് 5 പൗണ്ട് അല്ലെങ്കിൽ ഒരു 6 പൗണ്ടിനൊക്കെയാണ് അതും കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വെറൈറ്റിയിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചൈന തന്നെയാണ് ഇപ്പോഴും ലോകത്തുള്ളത്. ഇതിപ്പോൾ കയ്യിൽ കൊണ്ടു കിടക്കുന്നൊരു ഫാനാട്ടോ. നിങ്ങൾ നോക്കി എന്ത് പവർഫുള്ളാണെന്നറിയോ. നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ടോയുടെ അത്രയേ ഉള്ളൂ ഈ സാധനം. പക്ഷേ ഇതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര പവറാണ്. നമ്മൾ എത്ര ഹോട്ട് വെതറിലാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ബോഡിയൊക്കെ കൂളാക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കറിയാം ഇനിയിപ്പോൾ നാട്ടിലായാലും UK യിലായാലും ഒരു സമ്മറിൻ്റെ സീസണാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഫാനോ അല്ലെങ്കിൽ കുറച്ച് ഫാൻസി ആയിട്ട് ഈ ടൈപ്പിൽ കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഫാനോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതും ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ 1000 സാധനങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഷോപ്പും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഈ ഷോപ്പ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമിഡിഫയറിൻ്റെ ഷോപ്പാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം നമ്മുടെ വെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള വെതറാണ്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ വെതർ ഒന്നായിരിക്കും, UK യിലെ വെതർ ഒന്നായിരിക്കും. അപ്പം നമ്മുടെ റൂമിനെയൊക്കെയും നമ്മുടെ ഒരു വെതർ കണ്ടീഷനെ ഏറ്റവും മനോഹരമായി ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചായിരിക്കും ചിലപ്പോൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ പോലും നമ്മൾ പറയുന്ന അതേ ഡിസൈൻസിൽ അതേ സ്മെല്ലിൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അത് ഒരു പ്രൊഡക്റ്റ് അല്ല, നിങ്ങൾ 1,00,000 പ്രൊഡക്റ്റ് ചോദിച്ചാലും തരാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ പറഞ്ഞാൽ തീരില്ല. അത്രയേറെ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഓരോ ഷോപ്പിനകത്തും ഇവർ നമുക്ക് വേണ്ടി ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഒരു 100-200 സ്ക്വയർ ഫീറ്റുകളുള്ള ചെറിയ റൂമുകളാണ്. ആ ചെറിയ റൂമിനകത്ത് ഇവർ ചെയ്യുന്നത് വ്യത്യസ്തമായ കുറേ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു വാച്ചിൻ്റെ മാത്രമുള്ള ഷോറൂമാണ്. നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പീസ് ഒരു 100 ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്നല്ല എടുത്തു തരാം. നേരെ മറിച്ച് ഇവർക്കൊരു ഗോഡൗൺ ഉണ്ടാവും. ആ ഗോഡൗണിൽ പോയിട്ടാണ് അവർ എടുത്തു തരാം. ഇതിപ്പോൾ ഒരു ഫാൻസി ഐറ്റത്തിൻ്റെ ഒരു ഷോപ്പാണ്, ഇപ്പുറത്ത് ടോയ്സിൻ്റെ ഒരു ഷോപ്പാണ്. അങ്ങനെ ഓരോ ഷോപ്പുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായതാണ്. പക്ഷേ ഇതെല്ലാം ഹോൾസെയിൽ ഷോപ്പുകളാണ്. നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു 200 സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു ചെറിയ ഷോപ്പായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ 1,00,000 പീസ് ഇവിടെ ഓർഡർ കൊടുത്താൽ അപ്പം തന്നെ തരാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇവർ. അത്രയും വലിയ ഗോഡൗൺസ് ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ചൈനയിലെ ചെറിയ ഷോപ്പുകൾ പോലും വലിയ വോളിയൂം ഓഫ് ബിസിനസ്സാണ് ചെയ്യുന്നത്. അതാണ് ചൈനയെ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്നുള്ള ഒരു കാര്യം. എന്നെ വെടിവെക്കാൻ വേണ്ടിയിട്ട് തോക്കുമായി നിൽക്കുന്ന ഒരു ചേട്ടനും കൂടി ഉണ്ട് ഇവിടെ. എത്ര വലിയ ആൾക്കും എത്ര ചെറിയ ടോയ്സും വെച്ച് കളിക്കാം, അതിനുള്ള സാധനം കൂടി നമ്മുടെ ചൈനയിലുണ്ട്.
അതാണ് അതിന്റെ സംഭവം. യെസ്. ഈ മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 നിലയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ 10 നിലയിലും വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ വെറൈറ്റി എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇത് ടോയ്സുമായി റിലേറ്റ് ചെയ്താണ്. അപ്പോൾ കൂടുതലും അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ബാഗിൻ്റെയും അങ്ങനത്തെ ഒരു മാർക്കറ്റിൽ പോകുന്നുണ്ട്. ഓരോ മാർക്കറ്റിനകത്തും ഓരോ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് തരും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു 100 ഷോപ്പെങ്കിലും മിനിമം നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ഓരോ ഷോപ്പിലും കയറാം, നമുക്ക് ബാർഗെയിൻ ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് എടുക്കാം, അതേപോലെ അത്രയധികം വെറൈറ്റീസ് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ താഴ്ത്ത് കണ്ട പ്രൊഡക്ട്സ് തന്നെയാണ്, പക്ഷേ വീണ്ടും അതേപോലത്തെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ താഴ്ത്ത് പറഞ്ഞ പ്രൈസ് ആയിരിക്കില്ല നമുക്കിവിടെ കിട്ടുന്നത്. സാധാരണ ഇതിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 50 ആണ് പറയുന്നതെങ്കിൽ നമ്മളൊരു 10 എടുക്കുന്നുണ്ടെങ്കിൽ അത് നേരെ 20ലേക്കൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇത്തരം മാർക്കറ്റിൽ വരുമ്പോൾ ഒരുമിച്ച് ബൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇക്കണോമിക്കലി ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും.